ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോയിലൊക്കെ ആട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങളും ഫാമിലിയും അതുപോലെ തന്നെ ജാസിക്കിൻ്റെ ഫ്രണ്ടും ഫാമിലിയും തമ്മിൽ ഒരു ഡേ ഒരു ഔട്ടിംഗ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവരെ വീട്ടിൽ പോയിട്ട് അവരെയും കൂട്ടിയിട്ട് നമ്മൾ അവരെ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ ബൈക്കിൽ പോയിട്ട് ഏകദേശം അവരത് വീടെത്തിയിട്ടുണ്ടായിരുന്നേ. പിന്നെ പോകുന്ന സ്ഥലമൊക്കെ നമുക്ക് വഴിയേ പറയാം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടിഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അപ്പം അവർ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കേട്ടോ. പിന്നെ സയാൻ ഹാപ്പിയാണ്. സയാനിക്ക് പറ്റിയ ഫ്രണ്ട്സുകളാണ് കൂടെ ഉള്ള. പിന്നെ സിയനുള്ള ഒരു പെൺതരിയായിട്ട് നമ്മളെ കൂടെ. അല്ല, നമ്മളും പെൺതരിയാണ്, അല്ല കുട്ടികളായിട്ട് കേട്ടോ. ഇതാണ് നമ്മളെ താരം നോഫൽക്ക. അപ്പോൾ എല്ലാവരും നേരത്തെ എഴുന്നേറ്റുകൊണ്ട് തന്നെ ചെറിയ വിശപ്പ് എല്ലാവർക്കും തുടങ്ങിയിട്ടുണ്ടായിട്ടോ. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നല്ലൊരു വിശപ്പും. അപ്പോൾ പിന്നെ പോകുന്ന പോക്കിൽ ചെറിയത് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച്. യാത്ര ചെയ്യുമ്പോൾ വയറ് കാലിയാവാത്തതാണ് ഏറ്റവും ബെറ്റർ. ഈ വയറ് കാലിയാവുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എനിക്കാണ് കേട്ടോ. എനിക്ക് വയറ് കാലിയായാൽ കുറച്ച് ദൂരെ യാത്ര ചെയ്യുമ്പം എനിക്ക് അസുഖമുണ്ട്, നമ്മൾ വോമിറ്റിങ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ബാലൻസ് ചെയ്തിട്ട് നമ്മളൊരു യാത്ര തിരിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഏകദേശം എന്താ പറയുക ഈ ബർഗറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് കുഴിമന്തിൻ്റെ ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പാഴ്സൽ വാങ്ങിയിട്ട് പോകുന്ന പോക്കിൽ നല്ല സ്പോട്ട് കണ്ടാൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ അതാ റസീനും കുട്ടികളും ഫുൾ ചില്ല് ചെയ്ത് ഭയങ്കര പാട്ട് ഞാൻ അതിൽ കൊടുക്കാത്തതെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് വന്നാൽ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ കുഴിമന്തി പാഴ്സലും വാങ്ങി ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിതാ അങ്ങോട്ട് പോവാണേ. ഈ പോകുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടല്ലോ, എന്താ പറയുക, അടിപൊളി വ്യൂ ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നതൊക്കെ. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത വേറൊരു സ്ഥലത്തൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ലൊരു സ്പോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ലെവലിൽ പോകാൻ വെച്ചപ്പോൾ നമ്മൾ കരുതി നമ്മൾ വയലയുടെ വ്യൂ പോയിൻ്റ് ഉണ്ടല്ലോ, അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ. ആ സ്ഥലം നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ അവർ ആ ഏരിയ പോയിട്ടുണ്ട്, പക്ഷേ ആ വ്യൂ പോയിൻറ്റിലൊക്കെ പോയിട്ടില്ല. അതൊരു ഓഫ് റോഡ് പോലെയാണ്, ഭയങ്കര ഒരു അഡ്വഞ്ചർ പോലെയൊക്കെ നമുക്ക് കയറാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്ന് പരീക്ഷിക്കാമെന്ന് കരുതി. ഒരുപാട് വീഡിയോ എന്ന്, പക്ഷേ ഇതൊന്നല്ല ഞാൻ വീഡിയോ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല, കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു സ്പോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇനി നിങ്ങൾ കരുതേണ്ട ചായ കുടിച്ച പാടന്നെ ഫുഡ് കഴിക്കാൻ പോകുന്നതല്ല. കുറേ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു സ്പോട്ട് കിട്ടിയപ്പോൾ ആദ്യം നോഫൽക്ക് ഇറങ്ങി നോക്കുക ഫുഡ് കഴിക്കാൻ പറ്റിയ ഏരിയ തന്നെയാണോ. ചെറിയ അരുവി പോലെയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല വൃത്തിയുള്ള വെള്ളം കേട്ടോ. അപ്പോൾ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നല്ല സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പായൊക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ എന്നുള്ള പോവുക. ആ പാറേൻ്റെ അപ്പുറത്ത് കുറച്ചങ്ങോട്ട് നടന്നാൽ കുളിക്കാൻ പറ്റുന്ന സ്പോട്ട് ഉണ്ട് കേട്ടോ. പക്ഷേ അവിടെ വലിയ വലിയ കുട്ടികൾ കുളിക്കുന്നതുകൊണ്ട് നമ്മൾ കുട്ടികളൊന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ 2 പേരും ഫുഡൊക്കെ എടുത്ത് വെക്കുകയാണ്. ഫുഡ് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെട്ട മന്തി തന്നെ നമ്മൾ വാങ്ങിയതും. നേരത്തെ വാങ്ങി വെച്ചതിനെ കൊണ്ട് കുഴപ്പമില്ല, വരുന്ന വഴിക്കും നല്ല ഹോട്ടലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ടൗണിൽ നിന്ന് വാങ്ങുന്നത് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ എല്ലാവരും ഒരു പിടുത്തം അങ്ങ് പിടിക്കാൻ വിചാരിച്ചിട്ടോ. നല്ല അടിപൊളിയായിട്ട് അൽഫാം മന്തിയും കുഴിമന്തിയും എല്ലാം വാങ്ങിയിട്ടുണ്ട്. മക്കൾ ഹാപ്പി. പക്ഷെ പ്രത്യേക ഒരു വൈബാണല്ലോ നമ്മളിങ്ങനെ പുറത്ത് എല്ലാവരും കൂടി ഇരുന്ന് ചില്ല് ചെയ്തിട്ടൊക്കെ ഫുഡ് കഴിക്കാൻ. എനിക്ക് ഈ യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ഒരു ടൈമാട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നത്. അങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയറൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിരുന്നു. പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് കൈയൊക്കെ ഒന്ന് കഴുകി കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലൊക്കെ കളിച്ചിട്ടോ. ഈ വീഡിയോ എടുക്കുന്നത് സീമുത്താണേ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാം പെട്ടിയും പ്രമാണമൊക്കെ മടക്കി വീണ്ടും യാത്ര തിരിക്കാൻ പോവാണ് കേട്ടോ. ഒരുപാടെന്ന് വെച്ചാൽ അത്ര പോകുന്ന വഴിക്ക് നമ്മൾ വിചാരിക്കും ഇവിടെയൊക്കെ ആൾക്കാർ എങ്ങനെ താമസിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു ഏരിയ പോലെ നമുക്ക് തോന്നും. അധികമായിട്ടും നമുക്ക് കടകളോ അങ്ങനെയൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് റിസോർട്ട് പോലെയൊക്കെ പലതും ഉണ്ട് കേട്ടോ. അവിടെ അടിപൊളി പ്ലേസ്. കണ്ടാൽ നമുക്ക് ഒരുപാട് ടൈമിങ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ തന്നെ തോന്നും. അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആദ്യം വണ്ടി പാർക്ക് ചെയ്യില്ല. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് താഴെ വണ്ടി വെച്ചിട്ട് നമ്മൾ നടന്ന് വരണം. ഇപ്പം ഇവിടെ മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കിയെന്നാണ് അവിടുന്ന് ഒരു കട നടത്തുന്ന ഒരു ചേച്ചി പറഞ്ഞത്. അപ്പോൾ അത്രയും ദൂരം നടന്നിട്ട് വേണം നമ്മൾ ഈ ഒരു സ്റ്റെപ്പും മലയും കുന്നും പറഞ്ഞ മാതിരി കയറി പോകണം. പക്ഷേ ഇവിടെ ഇപ്പോൾ കുറച്ച് അങ്ങോട്ട് വരെ ഇപ്പം നമ്മൾ എത്തിയത് വരെ നമുക്ക്
വണ്ടി കൊണ്ടുവരാൻ പറ്റും. ഇവിടെ നിന്ന് അങ്ങോട്ട് പൊന്നും മക്കളെ യുദ്ധം എന്ന് പറയാൻ പറ്റുമോ? അയ്യോ ഞാൻ തളർന്ന്, ഞാനെന്നല്ല എല്ലാവരും. പിന്നെ മക്കൾ ഫുൾ ഹാപ്പിയാണ്, കാരണം മക്കൾ ഇതുപോലൊരു സ്പേസിലൊന്നും പോയിട്ടില്ലല്ലോ. പിന്നെ ഇപ്പോഴത്തെ ചെക്കന്മാരൊക്കെ ബൈക്കും കൊണ്ട് ഒരു പകുതി വരെയൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നുണ്ടായിരുന്നേ. ഞാനാണ് ഏറ്റവും ബാക്കിൽ. എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങനെ നടന്ന് പോകണം. അതിൻ്റെ ഇടയ്ക്ക് നല്ല നല്ല സ്ഥലം കാണുമ്പോഴൊക്കെ ചുമ്മാ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ സിയ പറയുന്നുണ്ട്, ഉമ്മ വേഗം വാ, എല്ലാവരും ആദ്യത്തെ നമ്മളാ ബേക്കിൽ എന്നുള്ളത്. ഞാനും ഫ്രണ്ട്സാളും മുന്നിലങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ അതാ അവിടെ നല്ലൊരു പ്ലേസ് കണ്ടപ്പോൾ നമ്മൾ അവിടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാ ഈ ഒരു സ്റ്റെപ്പ്, ഇതുപോലെ 2 റോ പോലത്തെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അയ്യോ, പിന്നത് മക്കളെ ഈ കല്ലുകൾ താണ്ടി നമ്മൾ കയറണം. അത് ഒന്നൊന്നര ടാസ്ക് തന്നെയാണ്. ടാസ്ക് എന്ന് പറഞ്ഞപ്പോഴല്ലോ അതൊക്കെ മേലേന്ന് പറയണം, പക്ഷെ ഒരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസാണ് നമുക്കെല്ലാം. ഇതാ മുകളിൽ നിന്ന് ചെക്കന്മാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ് ഫൈനലി ഇതാ നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. എന്തെന്നാ പറയുക, എന്നാ ഭംഗിയാണ്, അടിപൊളി കേട്ടോ, ഒത്തിരി ഇഷ്ടമായി. അവിടെ കുറേ നേരം ഇരുന്ന് നമ്മളെ ശ്വാസഗതിയൊക്കെ ഒന്ന് നേരാക്കണമല്ലോ, ഈ മലയും താണ്ടി വന്നതല്ലേ. അപ്പം അവിടെ ഏറ്റവും വലിയ ഫോട്ടോ പറ്റിയെന്ന് വെച്ചാൽ വെള്ളം എടുക്കാൻ മറന്ന് മുകളിലേക്ക്. അപ്പോൾ ആദ്യം ഇതിന് മുകളിലൊരു ചെറിയ കട ഉണ്ടായിരുന്നു പോലും, പക്ഷേ കട ഒന്നും നമ്മൾ പോയപ്പോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. കടക്ക് കുറേ മുമ്പ് പൂട്ടിയെന്ന് പറഞ്ഞു. പക്ഷേ ആദ്യം വന്നൊരു പറഞ്ഞു നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ മുകളിൽ പോയിക്കോളൂ, അവിടെ കട ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കട ഒന്നുമില്ല. പക്ഷെ നമുക്ക് ദാഹം അറിഞ്ഞില്ല, കാരണം എന്ന് വെച്ചാൽ അമ്മാതിരി പ്ലേസാണ്, എന്തൊരു ഭംഗിയാണ്. അങ്ങനെ പിന്നെ തിരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. സിയ അവരെ പിന്നാലെ പിടിക്കാൻ പോവുക, പക്ഷേ ഞാനില്ലാണ്ട് പോവില്ല. അപ്പോൾ അത് പോണ പോക്കില്ല അവിടെ തന്നെ റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇറങ്ങുന്ന താഴെ തന്നെ ഒരു പീടിക കണ്ടപ്പോൾ നമ്മളവിടുന്ന് വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ അപ്പുറത്ത് പീടിക ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വെള്ളവും സർബത്തൊക്കെ കുടിച്ച് നമ്മൾ വീണ്ടും യാത്ര അങ്ങ് തുടർന്ന്. അപ്പോൾ പിന്നെ നമ്മൾ മാത്രം വെള്ളം കുടിച്ച് വയറ് നിറച്ചാൽ പോരല്ലോ, നമ്മൾ പോകുന്ന വണ്ടിക്കും വേണമല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാം. അപ്പോൾ വണ്ടിയുടെ ദാഹവും മാറ്റി നമ്മൾ പിന്നെയും യാത്ര തിരിച്ച്. അപ്പോൾ എൻ്റെ കുറുമ്പി നല്ല എൻജോയ്മെൻറ്റിലാണ് കേട്ടോ. തിരിച്ചിന്ന് വീട്ടിൽ പോകണ്ട ഉമ്മ എന്നാണ് പറയുന്നത്. കണ്ടോ എന്ത് രസമാണല്ലേ കാണാൻ, അടിപൊളി. അങ്ങനെ നമ്മൾ ഏകദേശം കരിയാർത്തുംപാറ നമ്മൾ മക്കൾക്ക് കുളിക്കാൻ പറ്റിയ സ്ഥലം എത്തി. പക്ഷേ കുറച്ച് വൈകി പോയിട്ടോ, ഒരുപാട് സ്പോട്ട് നമ്മൾ വരുന്ന വൈകി കയറിയതിനോണ്ട് ഇവിടെ എത്താൻ ലേറ്റ് ആയിപ്പോയി. കാരണം ഇവിടെ 6 മണി വരെ ടിക്കറ്റ് കൊടുക്കുള്ളൂ, 5:45 ഒരു 6:30 ആകുമ്പോഴത്തേനും ഇവിടെ നിന്ന് എല്ലാവരും കയറ്റും. അവർ കുളിക്കാനൊന്നും സമ്മതിക്കില്ല കേട്ടോ. പക്ഷെ നമുക്കൊരു അരമണിക്കൂറോളം കിട്ടിയെന്ന് പറയാം. അപ്പോൾ മക്കൾ ടൈം കഴിയുന്ന മുന്നേ ഓടുക, അവർക്ക് ആകെയുള്ള ഉദ്ദേശം ആയില്ലെന്ന് കുറച്ച് നേരം വെള്ളത്തിൽ കളിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവർ ഒരു ആഗ്രഹം പോലെ തന്നെ അവർ ആവശ്യത്തിനുള്ള കളിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇവിടെയൊക്കെ മുൻപ് വെള്ളം ഉണ്ടാവുമെന്നാണ് പറയാറ്, പക്ഷെ അവിടെ ഇപ്പോൾ വെള്ളമൊന്നുമില്ല. ഇപ്പോൾ ഇതാ നമുക്ക് മക്കൾ സേഫായിട്ട് അവിടെ ഇരുത്താൻ പറ്റും, കാരണം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ചെറിയൊരു തടാകം പോലെ അല്ലേ. എല്ലാവരും ഉണ്ടോ, അന്നിപ്പോൾ നമ്മൾ മുൻപ് ഇവിടെ വന്നിരുന്നു, പക്ഷെ അവിടെ ഇത്ര ആളുകളായിരുന്നേ. പക്ഷെ ഇന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ. എല്ലാവരും കുട്ടികളും കൊണ്ട്, കുട്ടികൾ ഹാപ്പിനെസ്സല്ല നമ്മളെ ഹാപ്പിനെസ്. എന്താ പറയുക, കുളികളും അവരെ കുളിയും നനയും ഡ്രസ്സ് മാറ്റലും എല്ലാം കഴിഞ്ഞ് കുറച്ച് ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് അങ്ങനത്തെ എല്ലാവരും അവരുന്നു സെക്യൂരിറ്റികൾ പറയുന്നുണ്ട് കയറി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും കയറിപ്പോട്ടോ. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ ഐസ്ക്രീമും ചായയും എല്ലാം ഉണ്ട്. അപ്പം ഞാനും കുട്ടികളും ആദ്യം ഐസ്ക്രീം അങ്ങ് തിന്നിട്ടോ. എനിക്കെന്തോ കുട്ടികളെ പോലെ ഐസ്ക്രീം കുടിക്കാനൊക്കെ ഇഷ്ടം. അതിന് ഇവരെല്ലാം എന്നെ കളിയാക്കുക, മക്കളെ പോലെ ഐസ്ക്രീം കുടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാവരും ഓരോ ഇഷ്ടപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടതെല്ലാം കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഐസ്ക്രീമൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ ഏകദേശം അവിടുന്ന് ഒരു 7:30 സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് പിന്നെ നമ്മൾ യാത്ര തിരിച്ച് കാറിൽ പിന്നെ മൊത്തം പാട്ടും കൂത്തും ഒന്നും പറയണ്ട.
പിന്നെ എല്ലാവരും ഏകദേശം ഒന്ന് സേഡാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും അവർ വീട്ടിലെത്തി ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഫ്രഷായി വെള്ളമൊക്കെ കുടിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. തിരിച്ച് നമ്മൾ വണ്ടിയും കൊണ്ട് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് തന്നെ പോകും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.